ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെറുപയർ തോരൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by you. ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ പുതിർത്തി വെച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഉടയാതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കഷ്ണം തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നമ്മളെ തോര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായി എരിഞ്ഞെടുത്തത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി എരിഞ്ഞെടുത്തത്, ഒരു 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരപ്പ് കൂടി ഇട്ട് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.